കടകംപള്ളി ചിലപ്പോ അത് തുടരുമ്പോ ഇപ്പൊ വാസവന്റെ പേരും പറയും. ഒറ്റക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ രണ്ടുപേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടിയെടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത്. ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം, AKG സെന്ററിൽ നിന്നെടുത്ത തീരുമാനം സർക്കാരിന് അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വെച്ച ഒരാള് എന്ന് വെച്ചാൽ ഇത് CPM-ഉം ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയൂ? ഒരു കാരണവശാലും കഴിയില്ല. ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾക്കും സാധിക്കില്ല. ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലിലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ മറ്റേതെങ്കിലും UDF പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ അടുത്ത ഒരു 30 വർഷത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവിളിച്ച് CPM നടക്കുമായിരുന്നു. ഇപ്പം മൗനമാണ്. പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാ. കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്തവർ ഒരു അറ്റം മുതൽ അവന്റെ മേലത്തെ ആളെ പേര് പറഞ്ഞു, അവൻ അടുത്ത ആളുടെ പേര് പറഞ്ഞു, പോറ്റി മുരാരി ബാബുവിന്റെ പേര് പറഞ്ഞു, ബാബു വാസുവിന്റെ പേര് പറഞ്ഞു, വാസു പത്മകുമാറിന്റെ പേര് പറഞ്ഞു. പത്മകുമാർ ചിലപ്പോ കടകംപള്ളിയുടെ പേര് പറയും. കടകംപള്ളി ചിലപ്പോ അത് തുടരുമ്പോ ഇപ്പൊ വാസവന്റെ പേരും പറയും. ഒറ്റക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ രണ്ടുപേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടിയെടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്തൊരു അഴിമതിയാണ്. ശബരിമല അയ്യപ്പന്റെ പൊന്നു കക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവർ അധികാരത്തിലേറുമ്പോ ചിലപ്പോൾ ആലോചിച്ച് കാണില്ല. അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ച് കാണില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ, എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്നു കട്ട് എന്ന് ചോദിച്ചാ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെ പറ്റി പറയരുത് എന്ന് പറയല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇനി ആ മുന്നണിക്കകത്ത് ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ കോഴിക്കോട്ട് അങ്ങാടിയിലെയും പരിസര പ്രദേശത്തെയും സാധാരണ സഖാവിന്റെ മനസ്സാലോചിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ആ ഡയലോഗിൽ അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടി പ്രവർത്തകർ ഒന്ന് ആലോചിക്കട്ടെ. PM ശ്രീ പദ്ധതി BJP-യുടേതാണ്, RSS-ന്റേതാണെന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന്റെ ശേഷം CPI-യുടെ യുവജന സംഘടന SFI-യുടെ നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? നിങ്ങൾ ഇനി സമരങ്ങളിൽ മുണ്ടൊടുക്കരുത്. സമരങ്ങളിൽ മുണ്ടൊടുത്താൽ എന്താ? സമരങ്ങളിൽ മുണ്ടൊടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും. നിങ്ങൾ മടക്കി കുത്തിയാൽ SFI സമരങ്ങളിൽ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവി കളസം പുറത്ത് കാണുമെന്ന് CPI-യുടെ യുവജന സംഘടന AYF SFI ഉപദേശിക്കുക. അവര് തിരിച്ചു പറയുന്നുണ്ട് മുനീർക്ക, AYF എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല, അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നുള്ളത് അവര് പരസ്പരവും പറയുന്നുണ്ട്.